ആ അജിത് കുമാറിന് ഇപ്പോൾ അന്വേഷണം നടത്തി ക്ലീൻ ചീട്ട് കൊടുത്തിരിക്കുകയാണ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലീൻ ചീട്ട് കൊടുത്തിരിക്കുന്നത്? പ്രധാനമായിട്ടും ഞാൻ കൊടുത്ത രേഖ അദ്ദേഹത്തിൻ്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ്. ആ രേഖകളൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല. 153 കേസ് കോഴിക്കോട് എയർപോർട്ടിൽ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളാണ്. അതിൽ ഞാൻ എൻ്റെ മൊഴിയെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനായ IG-യുടെ മുമ്പിൽ പറഞ്ഞത് ഒരു 25 ആളെ നിങ്ങൾ വിളിക്കൂ, എന്നിട്ട് നിങ്ങൾ അന്വേഷിക്കൂ, എങ്ങനെ സ്വർണം കിട്ടി, എങ്ങനെ കൊണ്ടുവന്നു, എങ്ങനെ പുറത്തു കിടന്നു, എങ്ങനെ പോലീസ് അവരെ പിടികൂടി, എത്ര സ്വർണ്ണമാണ് കൊണ്ടുവന്നത്, എവിടെയാണ് തൂക്കിയത്, ഇത് ഏത് കോടതിയിൽ കൊടുത്ത് ഒരന്വേഷണവും ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബാധിപത്യ രാഷ്ട്രീയം, അത് പണമുണ്ടാക്കാനൊരു രാഷ്ട്രീയം, അത് മുഖ്യമന്ത്രിയും മകളും മരുമകനും പോറ്റുമകനും ഈ പറയുന്ന ശങ്കരനും KM എബ്രഹാമും ഒക്കെ കൂടിയിട്ടുള്ള ഒരു എന്താ പറയുക വലിയ ഒരു പൊതുസമൂഹത്തിൻ്റെ പൊതു സ്വത്ത് പിടുങ്ങുന്ന ഒരു കൊള്ള സംഘം. അതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിലൊരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. DGP റിപ്പോർട്ട് എടുത്തിട്ട് ഇത്രയും മാസമായിട്ട് കേസ് എടുക്കാൻ വേണ്ടി തയ്യാറാകും. PV ജയൻ എന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പരാതി കൂടിയാണ്. എന്നിട്ട് പോലും DGP നിർദ്ദേശം കേസ് എടുക്കാതിരിക്കുന്നതിന് അല്ല, അത് സ്വാഭാവികമായിട്ട് PV ജയൻ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥരെ കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കറിയാം, പോലീസ് സേനയിലെ അദ്ദേഹത്തോടൊപ്പമുള്ള സഹപ്രവർത്തകർക്കറിയാം. ഇതുവരെ അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ വളരെ സത്യസന്ധമായ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. വളരെ മാന്യമായി വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ കള്ളനാക്കി മാത്രമല്ല, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അദ്ദേഹത്തെ ഒരു വർഗീയവാദിയാക്കാനുള്ള ശ്രമം കൂടി ഈ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്ന അജിത് കുമാറിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നതുകൊണ്ട് അജിത് കുമാർ മാറിയെന്ന് നമ്മൾ ആരും കരുതുന്നില്ല. ഇപ്പോഴും പോലീസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അജിത് കുമാറാണ്, അതിലൊരു തർക്കവുമില്ല. P. ശശി അവിടെ ഇരിക്കുന്നിടത്തോളം കാലം, പിണറായി ആ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ അജിത് കുമാർ ഏറ്റവും സേഫായ പൊസിഷനിലാവും. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും അഴിമതി ആരോപണങ്ങളെക്കുറിച്ച് പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന ഒരു വ്യക്തിയെ കേരളത്തിലെ DGP ആക്കാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്തിട്ട് ആ ശുപാർശൻ്റെ എന്താ പറയുക റിപ്ലൈക്ക് കാത്തിരിക്കുകയാണ്. ആ ശുപാർശ വരുന്നതോട് കൂടി ഈ 4-5 ആളുകളിൽ നിന്ന് ഇനി അടുത്ത ആ കസേരയിലേക്ക് ഇരുത്താൻ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് അജിത് കുമാറാണ്. അതുകൊണ്ട് അജിത് കുമാറിനെതിരെ ഇനിയിപ്പോൾ DGP അല്ല, ആര് ഗവർണർ പരാതി കൊടുത്താലും, രാജ്യത്തിൻ്റെ പ്രസിഡന്റ് തന്നെ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്താലും ആ പരാതി സ്വീകരിക്കപ്പെടുകയോ അതിൻ്റെ മുകളിൽ നടപടി ഉണ്ടാകുകയോ ചെയ്യില്ല. ഒറ്റ കാര്യം കൂടി പറയാം ഞാൻ, കാരണം അത് പറയാതെ പോകാൻ വയ്യ. ഇപ്പോൾ ഞാൻ കൊടുത്ത പരാതിയിൽ ഒരു പ്രധാനമായിട്ടുള്ള ഒരു വിഷയം സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ആ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്ത DYSP ഷാജി, അദ്ദേഹമാണ് അറസ്റ്റ് ചെയ്യുന്നത്. CPM-കാരാണ് ഇത് കത്തിച്ചത് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി BJP പരിശ്രമിക്കുകയും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തൊരു പോലീസ് ഉദ്യോഗസ്ഥന്മാരും അന്വേഷണ സംഘം ഉണ്ടായിരുന്നു. യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കണ്ടില്ല. അതിനുശേഷം ഷാജിയെ നിയമിച്ചതിന് ശേഷമാണ് യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുന്നത്. ഇന്ന് ആ ഷാജിയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹമാണ് പല രേഖകളും എനിക്ക് ചോർത്തി തന്നതെന്ന് പറയുന്നത്. ഞാനന്ന് പുറത്തുവിട്ട ആ അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് കോടതിയിൽ കൊടുത്ത ഡോക്യുമെൻ്റാണ്, ആർക്കും ആക്സസ് ചെയ്യാവുന്ന ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻ്റ് എനിക്ക് തന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഷാജി DYSPയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ എന്താ പറയുക, താനൂരിലെ താമർ ജിഫ്രി കേസിലെ പെട്ടിരുന്ന പ്രതികളായ 4 പോലീസ് ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുന്നു, അജിത് കുമാറിനെ തിരിച്ചെടുക്കുന്നു, ADGP അജിത് കുമാറിന് എന്താ പറയുക സുജിത് ദാസിനെ തിരിച്ചെടുക്കുന്നു, ADGP അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകുന്നു. ഇതേ ഘട്ടത്തിൽ കേരളത്തിലെ ഒരു കേസിനെ, കേരളത്തിലെ രാഷ്ട്രീയത്തെ ബാധിച്ച, പൊതുസമൂഹത്തെ ബാധിച്ച സന്ദീപാനന്ദഗിരിയിലെ കേസിൻ്റെ ആശ്രമം കത്തിച്ച കേസിലെ പ്രതികളെ കൃത്യമായി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി അതിൻ്റെ റിപ്പോർട്ട് കൊടുത്ത ഒരു DYSPയെ എനിക്കുമായി വ്യക്തിപരമായി ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്ത പോലീസാണ് കേരളത്തിലെ മുഖ്യമന്ത്രി നയിക്കുന്ന ഈ പറയുന്ന അജിത് കുമാറും V. ശശിയും അടക്കമുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ വിഷയത്തിൽ ഒരു നീതിയും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ഇത് കേരളത്തിലെ ജനങ്ങൾ കാണും. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുണ്ട്. ജനങ്ങൾ ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങോട്ടേക്കാണ് കേരളത്തെ ഈ മുഖ്യമന്ത്രിയും ഓഫീസും കൊണ്ടുപോകുന്നത്? അതിന് അതിശക്തമായ തിരിച്ചടി. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ കിട്ടാത്ത ഭൂരിപക്ഷം, ഒരാൾക്കും ഇന്ന് വരെ നേടാൻ കഴിയാത്ത ഭൂരിപക്ഷത്തോടുകൂടി UDFൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കും. അത് ഈ കേരള രാഷ്ട്രീയത്തിലെ മുഖ്യമന്ത്രിയുടെയും
കുടുംബവും SFIയും കള്ളക്കടത്തും സ്വർണ്ണക്കടത്തും കരിമണൽ ഖനനവും എങ്ങനെ പണമുണ്ടാക്കാം അതിന് റിസർച്ച് നടത്തുന്ന ഒരു ഓഫീസായി, അതിന് എന്താ പറയുക വേണ്ടിയിട്ടുള്ള റിസർച്ചുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഓഫീസായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മാറിയിട്ടുണ്ട്. ഒരു ADGP മറ്റൊരു ADGPക്കെതിരെ വ്യാജമൊഴി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ അതുപോലൊരു ക്വാളിറ്റിയിലെ ഒരു ഇതാണ്. കാരണം കള്ളം പറഞ്ഞു ആ ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ വ്യാജമൊഴി നൽകിയ സംഭവത്തിലാണ് അജിത് കുമാറിനെതിരെ അന്വേഷണത്തിന് നിയമോപദേശം വന്നിരിക്കുന്നത്. അതിലാണ് പ്രതികരണം. സത്യത്തിൽ ഈ അജിത് കുമാർ ആക്കി ധരിച്ച് നടക്കുന്നത് കേരളത്തിലെ പോലീസുകാരെ സംബന്ധിച്ചും ജനങ്ങളെ സംബന്ധിച്ചും അപമാനകരമാണ്. ഇതുപോലെയുള്ള ഒരു പക്ക ക്രിമിനൽ ആ ക്രിമിനലിനെ ഈ വേഷം ധരിപ്പിച്ച് ഈ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ മാന്യമായ പോലീസാണ്. ആ പോലീസിൻ്റെ തലപ്പത്ത് ഇതുപോലെയുള്ള ഒരു ക്രിമിനലിനെ കൊണ്ടിരുത്തി ആ പോലീസിനെ തന്നെ എന്താ പറയുക ഈ ക്രിമിനൽ വൽക്കരിച്ച ഒരു കാലഘട്ടം കേരളത്തിലുണ്ടാവില്ല. ഇപ്പോൾ നോക്കൂ, നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് എന്താ സ്വർണ്ണം പിടിക്കാത്ത സ്വർണ്ണം എപ്പോഴും വരുന്നുണ്ടല്ലോ. നിങ്ങൾ ആരും അത് ശ്രദ്ധിച്ചില്ലേ? കഴിഞ്ഞ 4-5 മാസമായിട്ട് കസ്റ്റംസ് ആണല്ലോ സ്വർണം പിടിക്കുന്നത്. എന്താ പോലീസ് പിടിക്കാത്തത്? എയർപോർട്ടിൻ്റെ അകത്താണല്ലോ സ്വർണ്ണപ്പിടുത്തം നടക്കുന്നത്. അപ്പോൾ ഇതൊരു ഞാൻ അന്ന് പറഞ്ഞത് ഓരോ ഘട്ടത്തിലും ഓരോന്നും എടുത്ത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ സാധിക്കും. സ്വർണത്തിൻ്റെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കേണ്ട സമയമാണിപ്പോൾ. ലോകത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിലയിലേക്ക് സ്വർണം പോയിരിക്കുകയാണ്. ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോലീസ് പിടിക്കുന്നത്. അപ്പോൾ ആ കേസുകളിലൊക്കെയും സുജിത് ദാസിനെ അടക്കം രക്ഷപ്പെടുത്തിക്കൊണ്ട് അതിലേക്ക് ചാപ്പ കുത്താനാണ് ഈ പറയുന്ന വിജയനെതിരെ. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ആ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം കൊടുത്ത മൊഴിയാണ് പി വിജയന് ഈ കള്ളക്കടത്തുമായി ബന്ധമുണ്ട് എന്ന് സുജിത് ദാസ്, മലപ്പുറം SP ആയ സുജിത് ദാസ് എന്നോട് പറഞ്ഞു എന്നാണ് മൊഴി കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഡെപ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കേസിലെ 3 ആളുകളും IPSകാരാണ്. പ്രതിയാക്കപ്പെട്ട അല്ലെങ്കിൽ കുറ്റം ചെയ്തു എന്ന് പറയുന്ന ആൾ IPS വിജയന്. ഇങ്ങനെ കള്ളക്കടത്തുകാരുമായി സഹായിച്ചു എന്ന് സുജിത് ദാസ് പറഞ്ഞു എന്ന് പറയുന്നതിന് IPS. ഇത് ജനങ്ങളോട് പറയുന്ന, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറയുന്ന അജിത് കുമാർ IPS. അപ്പോൾ ഏത് നിലവാരത്തിലേക്ക് കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എന്താ പറയുക അവസ്ഥ മാറി. ഇപ്പോൾ തന്നെ നോക്കൂ, നിങ്ങളൊക്കെ മയക്കുമരുന്നിനെതിരെ വലിയ പോരാട്ടം നടത്തുകയാണ്. എല്ലാ ചാനലുകളും രംഗത്തുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 1.5-2 മാസമായിട്ടാണല്ലോ ഈ മയക്കുമരുന്ന് കേസ് ഇത്രയും പിടിക്കപ്പെട്ടത്. എവിടെയായിരുന്നു ഈ പോലീസ്? ഇത് കേരളത്തിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ. നമ്മൾ ആവർത്തിച്ച് കേരളത്തിൻ്റെ നിയമസഭയിലടക്കം ആവർത്തിച്ച് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. അതിനെ സപ്പോർട്ട് ചെയ്തതിന് ആരാണ്? ഡാൻസാഫ് എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടാക്കി ആ സംഘത്തെ മുഴുവൻ ഈ മയക്കുമരുന്ന് കച്ചവടത്തിന് ഉപയോഗിച്ചിരുന്ന അതിൻ്റെ ഒരു ഭാഗമായി നിന്നിരുന്ന പോലീസ് സേന ഡാൻസാഫിലുണ്ടായിരുന്നു. PV അൻവറാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നത്.